പറയാണ് ആ കേവിയെ സംബന്ധിച്ച് മൗലവി പറയുന്ന അവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് അയാൾ പറയാ ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, മാനസിക രോഗികളെ ഒരാള് മാനസിക രോഗം ഉണ്ടോ നോക്കാൻ വേണ്ടി വിളിച്ചു നോക്കിയാൽ അയാൾ ആരായിരിക്കും? അതായത് ഞാൻ പറഞ്ഞു മാഹിയിൽ മുഖാമുഖത്തിൽ അയാൾ ഒരു മാനസിക രോഗിയാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ഞാൻ ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ച് ഈ KV മുഹമ്മദ് പന്താവിനെ പറ്റി നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഉസ്താദിന് അയാളൊരു മാനസിക രോഗിയാണ്. ഞാൻ ആദ്യം പോയിട്ട് മാഹി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഉസ്താദാണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ അതിനെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല ഉസ്താദ് അത് അങ്ങനെ മുഴിഞ്ഞതൊന്നുമല്ല, ഞാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തെളിവ് പറഞ്ഞു. അപ്പോ ഞാനിത് പറഞ്ഞപ്പോ ഞാൻ പറയാൻ കാരണം പേരുള്ളൊരു അഭിപ്രായമാണ് വിചാരിച്ച് സുന്നിയൊക്കെ എന്നൊരു സംശയം വേണ്ട. നിങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദിച്ചൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞങ്ങള് വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഞങ്ങളുടെ ഉസ്താദുമാരും അവരുടെ ശിഷ്യന്മാരായ ഞങ്ങളും ആ വിഷയം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ ഈ മൗലവി പറയാണ് പേരോട് ഇയാൾക്ക് മാനസിക രോഗിയാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അയാളെ വിളിച്ചു നോക്കി. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ അയാളെ എനിക്കൊരു കുഴപ്പമില്ല മക്കളെ നന്നാകട്ടെ അങ്ങനെ ദ്വാരനൊട്ടുള്ളൂ അയാൾ ആയിരിക്കും മൗലവിമാർ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ അയാളോട് തന്നെ ചോദിക്കും നിങ്ങൾക്ക് സുഖമുണ്ടോ? എന്നാൽ ചോദിച്ച ആളാരാ നിങ്ങൾ തീരുമാനിച്ചോളി. ഇനി ഒന്ന് കേട്ടോളൂ. ഓരോന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയണത് അതേപോലെ അൽ ഇൻസാനുൽ കാമിലുള്ള ഒരു പുസ്തകം എടുത്ത് ഉദ്ധരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എന്തിനെ ആരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നക്ഷത്രത്തെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും കല്ലിനെ ആരാധിച്ചാലും വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. കാരണം ഇവിടെയുള്ളതൊക്കെ അള്ളയാണ് എന്ന് ഇൻസാനുൽ കാമിലിലെ ഉദ്ധരണി എടുത്തുകൊണ്ടും ഞാൻ വായിച്ചിരുന്നു. ഇവരുടെ ഔലിയാക്കന്മാരിലുള്ള വിശ്വാസം മനസ്സിലാക്കാൻ. ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പരിക്കൊന്നും പറയല്ല. അപ്പൊ അവസാനം മൂപ്പർ എന്താ പറഞ്ഞറിയോ? KV ഞങ്ങൾ ആരും അല്ലേ. ഇത്തിരി അപ്പുറത്ത് മാഹിയിൽ പെരിങ്ങാടി പോയിട്ട് പറഞ്ഞ് KVക്ക് മാനസിക രോഗാണ്. മാനസിക രോഗം അത്ര KVക്ക് മൂപ്പരിക്ക്. നമ്മളെ പ്രവർത്തകന്മാര് KVനെ വിളിച്ച്, നമ്മളൊക്കെ മൊബൈലിൽ മൂപ്പര് നമ്പറുണ്ട്. KV മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മാനസിക രോഗം വല്ലതും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആരാ അങ്ങനെ പറഞ്ഞത്? കുട്ടികളെ ആരാ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ എന്നൊക്കെ പറഞ്ഞു മൂപ്പരുതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ മാനസിക രോഗം ഇവരെല്ലാം ടെലിഫോണിൽ മൂപ്പര നമ്പർ ഉണ്ടോലോ. ആരെ ഈ സുഖമില്ലാത്ത മൗലവിന്റെ ഏട്ട് വിളിച്ചു നോക്കിയോളൂ. അപ്പൊ അവര് പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും ഇല്ലേത്. മുമ്പ് മുഖ്യമന്ത്രി വന്ന് കുതിരവട്ടെ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു ഞാനിവിടുത്തെ മുഖ്യമന്ത്രി. ഒരാൾ പറഞ്ഞു അതൊക്കെ വന്നോടനെ ഞാനും പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവില്ല. ആ മാതിരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ വിളിച്ചു നോക്കി ഒരു മറ്റേയാൾക്ക് മാനസിക രോഗം ഉണ്ടോന്ന് അയാൾ തന്നെ വിളിച്ചു നോക്കി. ഈ നാലാമത്തെ കൊണ്ടുവന്നൊരു മൗലവിന്റെ കോലം നോക്കി നിങ്ങൾ